മല പോലെ വന്ന് എലി പോലെ മടങ്ങാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ജീവിതം. എന്തൊക്കെയായിരുന്നു! ഗതാഗത മന്ത്രിയായി വരുന്നു, വമ്പൻ മാറ്റങ്ങൾ കൊണ്ടിരുന്നു, എല്ലാം വെട്ടി തുറന്ന് പറയുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? തുറന്നു പറഞ്ഞതിന് പാവത്തിന് എല്ലാവരും കൂടെ സൈഡാക്കിയില്ലേ? എന്നും എപ്പോഴും പരാതിയും വിവാദവും കേട്ടുകൊണ്ടിരിക്കുന്ന വകുപ്പ് ഏതാണ്? അത് ഗതാഗതം. ആന്റണി രാജു ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ മൂപ്പര് കേൾക്കാത്ത പഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേൽക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പണം ചോരുന്ന യാതൊരു പരിപാടികളും അനുവദിക്കത്തില്ല. KSRTCക്ക് വണ്ടി ഓട്ടവും കൊറിയർ സർവീസും ഒന്നും അല്ലാതെ തന്നെ പണം കിട്ടാനുള്ള ചില പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. KSRTC, ബസ്, ഷെഡ്യൂള്, ഡ്യൂട്ടി, സ്പെയർ വാങ്ങൽ, ഓൺലൈൻ പരിഷ്കരണം, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇനി മാറ്റങ്ങൾ വരാൻ പോവാണ് മക്കളെ. KSRTCയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഗണേഷ് കുമാർ ഒന്ന് നോക്കട്ടെ. തീർച്ചയായിട്ടും വീണ്ടും മന്ത്രിയാക്കാൻ LDF തീരുമാനിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേദി ഉപദ്രവിക്കരുത്. ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. KSRTC മാത്രമല്ല, ലൈസൻസിന്റെ കാര്യത്തിൽ വരെ ഗണേഷ് കുമാർ നിർണായക തീരുമാനം എടുത്ത് സ്റ്റാറായി. വെറുതെ എച്ചെടുത്തോണ്ട് മാത്രം ലൈസൻസിന് കിട്ടില്ല. വണ്ടി തിരിച്ചിടണം, റിവേഴ്സ് ഇട്ട് പാർക്ക് ചെയ്യണം, ടെസ്റ്റിന്റെ സമയത്ത് ക്യാമറ ഘടിപ്പിക്കണം. അങ്ങനെ ആഹാ, പുതിയ മന്ത്രി ആള് കൊള്ളാലോ എന്ന് എല്ലാവരും പറഞ്ഞു. ഗണേശേട്ടാ, നിങ്ങളുടെ തീരുമാനങ്ങൾ പലതും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും സർക്കാരിന് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. അവർക്ക് ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങൾ എടുത്താൽ അറിയാലോ, വെട്ടി നിരത്തി കളയല്ലാതിന്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ. നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല. ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. വല്ലപ്പോഴും ഒരു സത്യം പറയും. അതിനാണ് എല്ലാവരും കൂടി ഞങ്ങളുടെ ഗണേശേട്ടനെ കുരിശി കയറ്റണത്. ഗണേഷ് കുമാർ പറയണത് കേട്ടാ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഞെട്ടുമെന്നറിയില്ല, പക്ഷെ ഞെട്ടേണ്ടവരൊക്കെ നല്ലോണം ഞെട്ടിയിട്ടുണ്ട്. വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ബസ് നഷ്ടമാണ്, അത് വാങ്ങാൻ കൂട്ടി നിൽക്കില്ല എന്നാണ് ഗണേശേട്ടൻ പറയണത്. അല്ല ഗണേശേട്ടാ, മുഖ്യമന്ത്രി അടക്കം പലരും ഭയങ്കര പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണല്ലോ ഈ ഇലക്ട്രിക് ബസ്. അപ്പൊ അതിനി വാങ്ങില്ല എന്നൊക്കെ പറയുമ്പോ പക്ഷെ അത് ഭയങ്കര നഷ്ടമായി കലാശിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണം ഇല്ല, നമുക്ക് ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? MBDക്ക് കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ ഓരോ പണവും KSRTC സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ് ഇപ്പോൾ. ഓഹോ, മുഖ്യമന്ത്രിയുടെയും മറ്റു നേതാക്കളുടെയും തീരുമാനം തെറ്റായിരുന്നു എന്നാണല്ലേ അപ്പൊ പറയണത്? ഇല്ല, ഇനി ഗണേഷ് കുമാറിനെ വളരാൻ അനുവദിച്ചുകൂടാ. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാ കാര്യം. മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കട്ടെ. നിങ്ങൾ അതിൽ വേദനാവണ്ട. പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഗണേശേട്ടൻ കേട്ടല്ലോ അല്ലേ? ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ ഒരടി പിന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നഷ്ടമുണ്ടെങ്കിലേ അത് നമ്മൾ സഹിച്ചു. അല്ല പിന്നെ പരിഷ്കാരമൊന്നും ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് നടത്താൻ നിൽക്കണ്ട കേട്ടാ. ജോയിക്ക് ഞാനിങ്ങനെ അവസരം തന്നത് ജോയിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ വിളിച്ചു പറയാനല്ല, നമുക്ക് വേണ്ട കാര്യം പറയാൻ. ഇല്ല, എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങളുടെ ഗണേശേട്ടൻ പുറകോട്ടില്ല. വകുപ്പിനെ നന്നാക്കിയിട്ട് തന്നെ കാര്യം. തളർത്താൻ നോക്കണ്ട, തളരില്ല സാർ എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗണേശേട്ടൻ മുന്നോട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതിന് യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഇതിന് 1 കോടി രൂപ കൊടുക്കണം. ഓഹോ, പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടും ഗണേഷ് കുമാറിനൊരു ഭയമില്ലല്ലോ. ഇനി ആശാൻ രംഗത്തിറങ്ങിയിട്ട് തന്നെ കാര്യം. ആശാന്റെ തിയറിയിൽ വീഴാത്ത മലയാളികൾ ഇല്ലെന്നാണല്ലോ അദ്ദേഹം സ്വയം വിചാരിക്കുന്നത്.
ഓട്ടോയിലോ കാറിലോ എന്തിനേറെ പറയുന്നു, വിമാനത്തിൽ കയറിയാൽ പോലും കിട്ടാത്ത ഫീലാണ് മക്കളെ ഇലക്ട്രിക് ബസ്സിൽ കയറിയാൽ കിട്ടുക. അതൊരു ഒന്നൊന്നര മുതലാണെന്നേ. സിനിമയിലെ പോലെ സ്ലോ മോഷനിൽ വന്ന് 2 ഡയലോഗ് അടിച്ച് ജനപ്രിയനാകാന്ന് വിചാരിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇലക്ട്രിക് ബസ്സിന്റെ കാര്യം വന്നപ്പോ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഞങ്ങളുടെ ഗണേശേട്ടനെ സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. അല്ലെങ്കിലും വിവാദം എന്നും ഞങ്ങളുടെ ഗണേശേട്ടന്റെ കൂടെ പിറപ്പായിരുന്നല്ലോ. തലസ്ഥാനവാസികൾ എല്ലാവരും നെഞ്ചിലേറ്റിയതല്ലേ ഇലക്ട്രിക് ബസ്സിനെ. അതിനിങ്ങനെ തള്ളിപ്പറഞ്ഞ് എല്ലാവരുടെ ഒറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്നാലും ഗതാഗത വകുപ്പിൽ നിർണായക തീരുമാനങ്ങൾ എടുത്ത് സൂപ്പർ സ്റ്റാർ ആയി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടാണ്. ഹേ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. സംഭവം KSRTCയുടെ വാർഷിക റിപ്പോർട്ട് വന്നതാണ് ഇതിനൊക്കെ കാരണം. റിപ്പോർട്ടിൽ ഇലക്ട്രിക് ബസ് ലാഭമല്ലെന്ന ഗണേശേട്ടന്റെ വാദം ആകെ പൊട്ടിപ്പൊളിഞ്ഞുന്നേ. ഇലക്ട്രിക് ബസ് ലാഭകരാണെന്നാണ് റിപ്പോർട്ട്. ഓ, ഞങ്ങളുടെ ഗണേശേട്ടൻ ഇനി ഒന്നും പറയാൻ പോണില്ല. പുള്ളി എന്തെങ്കിലും പറയണതാണല്ലോ പ്രശ്നം. ഇനി ഒന്നും പറയാനില്ല, അത്ര തന്നെ. അല്ലേ, ഒന്നുമില്ല, ഒരു റിപ്പോർട്ടും ഇല്ല. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഗണേഷ് കുമാറിനെ കുനിച്ചിരുത്തി ഇടിച്ചു കഴിഞ്ഞു, വിട്ടേക്ക് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിൽ കാര്യമൊന്നുമില്ല. ഒരു പുതിയ തീരുമാനമില്ല. ഒരു തീരുമാനം എടുക്കുന്നില്ല, അതൊട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ 5 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റും. അതുകൊണ്ട് തൂക്കിക്കൊന്നാ ഇല്ല. ഇനി എല്ലാം ഉദ്യോഗസ്ഥന്മാരറിയും. ഗണേശേട്ടൻ പിണങ്ങി. ഇനി തീരുമാനങ്ങളൊക്കെ ആരാച്ച പറഞ്ഞോ? ഞങ്ങളുടെ ഗണേശേട്ടൻ ഇനി ഒന്നിനുമില്ല, മടുത്തിരിക്കണു. നെഞ്ച് തകർന്ന ആ പോക്ക് പോയത് അറിയോ നിങ്ങൾക്ക്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. വളരെ ഹൈപ്പിൽ തുടങ്ങുന്ന ഒരു സിനിമ, ശോകമൂകമായൊരു ക്ലൈമാക്സ്. അതുപോലെയായി ഗണേശേട്ടൻ്റെ തിരിച്ചുവരവ്. സാരില്ല ഗണേശേട്ട, ബെറ്റർ ലക്ക് ഓൺ നെക്സ്റ്റ് ടൈം. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.